Hey guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രീ തീംസും ഫ്രീ പ്ലഗിൻസും യൂസ് ചെയ്തിട്ട് ഒരു ഫുഡ് ബ്ലോഗിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫുഡ് ബ്ലോഗിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തീംസും പ്ലഗിൻസും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. വേർഡ്പ്രസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ നമുക്ക് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ വരാം. സോ ഇതാണ് നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ ടാബ്സുകൾ കാണാം. സോ ഈ ടാബ്സിൽ നിന്ന് നമുക്കിവിടെ സെറ്റിങ്സ് എന്ന ഈ ടാബിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെർമാലിങ്ക്സ് കാണും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന പോസ്റ്റ് നെയിമിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ജനറൽ വരാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ടൈം സോൺ നമുക്ക് സെലക്ട് ചെയ്യണം. സോ നമ്മൾ ഇന്ത്യൻ ടൈം പ്രകാരം നമുക്കിവിടെ കോൽക്കട്ടയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് കോൽക്കട്ട ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഡേറ്റ് ഫോർമാറ്റ് കാണും. സോ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ കാണുന്ന ഒരു ഫോർമാറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ടൈം ഫോർമാറ്റ് ഞാനിപ്പം ഇവിടെ ഈ സെക്കൻഡ് ഈ കാണുന്ന ഫോർമാറ്റാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും സെറ്റിങ്സ് സേവ്ഡ് എന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഈ സെറ്റിങ്സ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസിൽ വന്നിട്ട് നമുക്ക് തീംസ് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ തീംസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറേ തീംസ് കാണും. നമുക്കിവിടെ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സെർച്ച് തീംസിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്ന തീമിൻ്റെ പേരാണ് ഓഷ്യൻ WP. സോ അത് നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫസ്റ്റിൽ കാണുന്ന ഈ യെല്ലോ കളറിൻ്റെ ഈ തീമാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ തീം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. നമ്മുടെ മെയിൻ പേജ് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്യാം. F5 അടിച്ചിട്ട് നമുക്ക് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ തീം ഇവിടെ സെറ്റായത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലഗിൻസിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം എനിവെയർ എലിമെൻറ്റോർ. എനിവെയർ എലിമെൻറ്റോർ എന്ന് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഈ കാണുന്ന ഫസ്റ്റ് പ്ലഗിനാണ് എനിവെയർ എലിമെൻറ്റോർ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഇപ്പോഴേ ആക്ടിവേറ്റ് ചെയ്യേണ്ട, നമുക്ക് കുറച്ച് പ്ലഗിൻസും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലഗിനാണ് എലിമെൻറ്റോർ. ഇവിടെ കാണുന്ന എലിമെൻറ്റോർ വെബ്സൈറ്റ് ബിൽഡർ എന്ന ഈ പ്ലഗിനാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അടുത്ത പ്ലഗിനാണ് എലിമെൻറ്റ്സ് കിറ്റ് ലൈറ്റ്. എലിമെൻറ്ററിൻ്റെ തന്നെ ആഡ് ഓൺ ആണിത്. ഈ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഈ പ്ലഗിനാണ് എലിമെൻറ്റ്സ് കിറ്റ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഇനി അടുത്തത് നെക്സ്റ്റ് പ്ലഗിനാണ് എസെൻഷ്യൽ ആഡ് ഓൺസ്. എലിമെൻറ്ററിൻ്റെ എസെൻഷ്യൽ ആഡ് ഓൺസ് ആണ് നമുക്കിനി വേണ്ടത്. സോ നമുക്കത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ കാണുന്ന പ്ലഗിനാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എസെൻഷ്യൽ ആഡ് ഓൺസ് ഫോർ എലിമെൻറ്റോർ. നെക്സ്റ്റ് പ്ലഗിനാണ് ഓഷ്യൻ എക്സ്ട്രാ എന്ന് പറഞ്ഞ നമ്മുടെ തീമിൻ്റെ പ്ലഗിനാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ കാണുന്ന പ്ലഗിനാണ്. ഇനി നെക്സ്റ്റ് പ്ലഗിനാണ് നമുക്ക് റോയൽ എലിമെൻറ്റോർ. ഇത് നമുക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ കാണുന്ന പ്ലഗിനാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ ഷെയറിങ്ങിന് വേണ്ടി ഒരു പ്ലഗിനുണ്ട്, സാഷി സോഷ്യൽ. ഈ കാണുന്ന പ്ലഗിനാണ് ഫസ്റ്റിൽ സോഷ്യൽ ഷെയറിംഗ് പ്ലഗിൻ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം.
ദെൻ നമുക്ക് ഇൻസ്റ്റഗ്രാം ഫീഡ്സിന് വേണ്ടി നമുക്ക് ഒരു പ്ലഗിൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടി നമുക്കിവിടെ ഇൻസ്റ്റഗ്രാം ഫീഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലഗിൻ വരും. പ്ലഗിൻ്റെ പേരാണ് സ്മാഷ് ബലൂൺ സോഷ്യൽ ഫോട്ടോ ഫീഡ്. ഇൻസ്റ്റഗ്രാം ഫീഡ്സിൻ്റെ പ്ലഗിനാണ് ഇത്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യോസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഉണ്ട്. അത് നമുക്ക് സെർച്ച് ചെയ്യാം. ഈ കാണുന്ന യോസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് പോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നമ്മുടെ എല്ലാ പ്ലഗിൻസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇൻസ്റ്റാൾ പ്ലഗിൻസിൽ. അപ്പോൾ ഇത്രയും പ്ലഗിൻസ് നമ്മൾ ഇൻസ്റ്റാൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാം. ഒരുമിച്ച് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. സോ നമുക്ക് ഏത് പ്ലഗിൻസ് ആണോ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ചെക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ ഇവിടെ ഈ ബൾക്ക് ആക്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആക്ടിവേറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇത് 1 by 1 ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. സോ ഇവിടെ ഓരോ പ്ലഗിൻസും ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ആഡ് ഓൺസിൻ്റെ ചില ഭാഗങ്ങളാണ്, ഒരു വിജിറ്റാണ്. ഇത് നമുക്ക് നെക്സ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിടാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അതുപോലെ ഒരു നെക്സ്റ്റും കൂടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നോ താങ്ക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യാം. പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ കുറേ ഡിസ്ക്രിപ്ഷൻസും നോട്ടിഫിക്കേഷൻസൊക്കെ കാണാൻ കഴിയും. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. സോ ഗൈസ്, നമ്മളിങ്ങനെയാണ് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ്മാൻ മലയാളം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.